ഗുഡ് ഈവനിങ്. നമ്മൾ ഫ്ലൂയിഡ് പവറിന്റെ നെക്സ്റ്റ് സെഷനിലേക്കാണ് കിടക്കുന്നത്. നമ്മുടെ ഹൈഡ്രോളിക് കമ്പോണൻസ് കണ്ടു അല്ലെ. ഹൈഡ്രോളിക് കമ്പോണൻസിലെ നമ്മുടെ പമ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. ദെൻ അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അതിന്റെ ബേസിക് കണ്ടു. അതിനുശേഷം പമ്പ് പോലുള്ള കമ്പോണൻസിനെ കണ്ടു നമ്മൾ അല്ലെ. ഇനി നെക്സ്റ്റ് നമ്മൾ ഹൈഡ്രോളിക് ആക്ച്വേറ്റേഴ്സിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. എന്താണ് ഈ ഹൈഡ്രോളിക് ആക്ച്വേറ്റേഴ്സ് എന്ന് പറഞ്ഞാല്? അതായത് നമ്മൾ ആ ഒരു ഡയഗ്രാം കണ്ടപ്പോ അതിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഒരു കമ്പൗണ്ട് ഉണ്ടായിരുന്നു അല്ലെ. ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ജസ്റ്റ് നോക്കിക്കോട്ടെ. ഹൈഡ്രോളിക് ആക്ച്വേറ്ററിനെ പറ്റി നമ്മൾ പറയുമ്പോൾ ഇതിലത് കൊടുത്തിട്ടില്ല. ആ ഒരു ഫസ്റ്റ് ക്ലാസ്സിൽ ഒരു ഫിഗർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഒരു കമ്പോണന്റ് കാണിച്ചിരുന്നു. ഒരു സിലിണ്ടർ രൂപത്തിലൊക്കെ ഒരു കമ്പോണന്റിന് നമ്മൾ കാണിച്ചിരുന്നു. ഇങ്ങനെ അല്ലെ, ഇങ്ങനെ ഒരു കമ്പോണന്റ് നമ്മൾ കാണിച്ചിരുന്നു. എന്നിട്ട് അതിലേക്കാണ് നമ്മുടെ പമ്പ് ചെയ്ത് വരുന്ന ഫ്ലൂയിഡ് വരുന്നത് നമ്മൾ പറഞ്ഞല്ലേ. ഒരു സിലിണ്ടറിക്കലായിട്ടുള്ള ഒരു ബാരലിന്റെ അകത്ത് ഒരു പിസ്റ്റണൊക്കെ ആയിരുന്നു. ഇതിന്റെ അകത്തേക്കാണ് പമ്പ് ചെയ്തു വരുന്ന ആ ഒരു ഫ്ലൂയിഡ് വരുന്നത് എന്നൊക്കെ നമ്മളവിടെ പറഞ്ഞിരുന്നു. അപ്പോ ഇതിനെയാണ് നമ്മളൊരു ആക്ച്വേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ആക്ച്വേറ്റർ എന്ന് പറഞ്ഞാല് പ്രത്യേകിച്ചൊന്നുമില്ല. പമ്പ് എന്ന് പറയുന്ന ആളുടെ ഫംഗ്ഷൻ എന്തായിരുന്നു? നിങ്ങൾ നോക്കിയേ, പമ്പ് എന്ന് പറയുന്ന ആളുടെ ഫംഗ്ഷൻ എന്തായിരുന്നു? അയാള് മെക്കാനിക്കൽ എനർജിയെ അല്ലെങ്കിൽ മെക്കാനിക്കൽ പവറിനെ ഒരു ഹൈഡ്രോളിക് പവർ അല്ലെങ്കിൽ ഹൈഡ്രോളിക് എനർജി ആക്കി മാറ്റുന്ന ആളായിരുന്നു ആര്? ഈ പറയുന്ന പമ്പ് എന്ന് പറയുന്ന ആള്. എന്നിട്ട് ഈ ഹൈഡ്രോളിക് എനർജിയാണ് നമ്മുടെ ആ സർക്യൂട്ടിൽ പോയിട്ട് ഏറ്റവും ലാസ്റ്റ് നമുക്കൊരു വർക്ക് ചെയ്യണം അല്ലെ. നമ്മൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടി, ഈ ഒരു പവറിനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ഒരു ആക്ച്വേറ്റർ എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആക്ച്വേറ്ററിന്റെ ഇൻപുട്ട് ആരായിരിക്കും? ഈ കടന്നു വരുന്ന ഹൈഡ്രോളിക് എനർജി ആയിരിക്കും ആക്ച്വേറ്ററിനെ സംബന്ധിച്ചിട്ട് ഇൻപുട്ട് ആയിട്ട് കിട്ടുന്നത്. അതിനുശേഷം ആ ഒരു പിസ്റ്റന്റെ മൂവ്മെന്റ് കൊണ്ട്, ഈ പറയുന്ന പിസ്റ്റൺ റോഡിന്റെ മൂവ്മെന്റ് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഒരു വർക്ക് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഒരു ലോഡോ എന്തെങ്കിലും എടുക്കാനായിട്ട്, ഒരു മൂവ്മെന്റ് നടത്താനായിട്ട് നമുക്ക് പറ്റും. അത് എന്ത് എനർജിയാണ്? അപ്പോ മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറും. മെക്കാനിക്കൽ എനർജി, അതായത് എന്താണോ ഒരു പമ്പിൽ സംഭവിക്കുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്ത് ഒരു ആക്ച്വേറ്ററിൽ സംഭവിക്കുന്നത്. അതായത് പമ്പ് മെക്കാനിക്കൽ എനർജിയെ ഹൈഡ്രോളിക് ആയിട്ട് കൺവെർട്ട് ചെയ്യുമെങ്കിൽ ആ വരുന്ന ഹൈഡ്രോളിക് എനർജിയെ വീണ്ടും മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവെർട്ട് ചെയ്യുകയും ആ മെക്കാനിക്കൽ എനർജി ആണെന്ത് നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ലോഡ് എടുക്കാനോ ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന എന്താണ് ഒരു JCB എന്ന് പറയുന്ന ആളല്ലേ. ഏറ്റവും കോമൺ ആയിട്ട് എല്ലാവരും കേൾക്കുന്ന ഒരു ടൈമാണ് JCB എന്ന് പറയുന്ന ആള്. അപ്പൊ അതിൽ ആ ഒരു പ്രിൻസിപ്പിൾ എന്താണ്? ഹൈഡ്രോളിക് പവർ വെച്ചിട്ടാണ് അയാൾ വർക്ക് ചെയ്യുന്നത്. ഒരു ഹൈഡ്രോളിക് എനർജിയുടെ സഹായത്തോട് കൂടിയിട്ടാണ് ഈ പറയുന്ന JCB എന്ന് പറയുന്ന ആൾ വർക്ക് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പുറമേ കാണുമ്പോൾ എന്താണ്, അവിടെ ഒരു മെക്കാനിക്കൽ വർക്ക് അല്ലേ ചെയ്യുന്നത്. അയാളുടെ ആ ഒരു ബക്കറ്റ് അല്ലെങ്കിൽ ആ ഒരു JCBയുടെ ഒരു ഹാൻഡ്, അറ്റത്തുള്ള ബക്കറ്റ് ഉപയോഗിച്ചിട്ട് എന്താ ചെയ്യുന്നത്? ഒരു മെക്കാനിക്കൽ വർക്കാണല്ലേ ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? നമ്മൾ ഈ പറയുന്ന ഈ ഒരു ആക്ച്വേറ്റർ, ഈ ആക്ച്വേറ്ററിന്റെ അറ്റത്താണ് ഈ പറയുന്ന JCBയുടെ ഹാൻഡ്, ബക്കറ്റ് പോലുള്ള ആൾക്കാരെയൊക്കെ ഘടിപ്പിച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ആ മെക്കാനിക്കൽ വർക്കാണെന്ത് നമ്മൾ പുറത്തേക്ക് കാണുന്നത്. ദെൻ ഈ ആക്ച്വേറ്റർ എന്ന് പറയുമ്പോൾ അത് ഹൈഡ്രോളിക് സിലിണ്ടർ മാത്രമല്ല. നിങ്ങൾക്ക് സിലബസിൽ എടുത്ത് പറയാത്തതുകൊണ്ട് അതിന്റെ ഡെപ്തിലേക്ക് നമ്മൾ ഇറങ്ങാത്തതാണ്. അതായത് ആക്ച്വേറ്റർ എന്ന് പറയുമ്പോൾ 2 or 3 രീതിയിൽ നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ലീനിയർ ആക്ച്വേറ്റർ ഉണ്ട്, ശ്രദ്ധിക്കാട്ടോ. ഒന്ന് ലീനിയർ ആക്ച്വേറ്റർ എന്ന് പറയുന്ന ആളുണ്ട്. ആ ലീനിയർ എന്ന് പറയുന്ന മോഷൻ തന്നെ നമുക്കറിയാം അല്ലെ, ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ ആയിരിക്കും. അത് കിട്ടുന്നത് എവിടെയാണ്? നമ്മൾ പഠിക്കുന്ന ഈ പിസ്റ്റൺ സിലിണ്ടറിന്റെ അകത്താണ് ഈ പറയുന്ന ലീനിയർ ആക്ച്വേഷൻ കിട്ടുന്നത്. ദെൻ അതുപോലെ തന്നെ റോട്ടറി ഉണ്ട്. റോട്ടറി ആക്ച്വേറ്റർ ഉണ്ട്. റോട്ടറി ആക്ച്വേറ്റർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അയാളുടെ ആ ഒരു മോഷൻ എന്ന് പറയുന്നത് ഒരു റൊട്ടേറ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ആക്ച്വേറ്ററിന്റെ ആ ഒരു മോഷൻ ലാസ്റ്റ് വരുന്ന ഒരു റൊട്ടേറ്റിംഗ് മോഷൻ ആയിരിക്കും. അല്ലെങ്കിൽ സെമി റൊട്ടേറ്റിംഗും ഉണ്ട്. സോ സെമി റൊട്ടേറ്റിംഗ് ആക്ച്വേറ്റർ എന്ന് പറയുന്ന ആളും ഉണ്ട്. എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? അയാള് ഒരു പാർഷ്യൽ റൊട്ടേഷൻ, അതായത് 360 ഡിഗ്രി തിരിയണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഒരു പാർഷ്യൽ റൊട്ടേഷൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത് അയാൾക്ക് കിട്ടുന്നത്. ഒരു പെൻഡുലം പോലെയൊക്കെയുള്ളൊരു മോഷൻ ആയിരിക്കും എന്ത് ഈ സെമി റൊട്ടേറ്റിംഗ് ആക്ച്വേറ്ററിൽ വരുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആക്ച്വേറ്ററിനെ കുറിച്ചിട്ട് ഏറ്റവും ബേസിക് ഐഡിയ കിട്ടാനായിട്ട് നമുക്ക് ലീനിയർ ആക്ച്വേറ്ററിനെ കുറിച്ച് നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാം. അപ്പൊ നോക്കിയേ, ഒരു ലീനിയർ ആക്ച്വേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയാൾ ഏറ്റവും ബേസിക് ആയിട്ട് പറഞ്ഞാല് അയാൾ ഒരു ഹൈഡ്രോളിക് സിലിണ്ടർ ആണ്. ലീനിയർ ആക്ച്വേറ്റർ എന്ന് പറഞ്ഞാൽ അയാൾ ആരാണ്? ഒരു ഹൈഡ്രോളിക് സിലിണ്ടർ ആണ്. അതിന്റെ അകത്ത് ഇതുപോലെ ഒരു പിസ്റ്റൺ ഒക്കെ ഉള്ള ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈഡ്രോളിക് സിലിണ്ടർ അഥവാ ലീനിയർ ആക്ച്വേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ലീനിയർ ആക്ച്വേറ്ററിന്റെ പണി നോക്കിയേ? ഇറ്റ് കൺവേർട്സ് ദ ഫ്ലൂയിഡ് പവർ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ പറയുന്നത് ഹൈഡ്രോളിക് പവറിനെ പറ്റിയാണ്. ഹൈഡ്രോളിക് എനർജി അല്ലെങ്കിൽ ഹൈഡ്രോളിക് പവറിനെ പറ്റിയാണ്. ആ ഹൈഡ്രോളിക് എനർജിയെ ലീനിയർ മെക്കാനിക്കൽ ഫോഴ്സ് അല്ലെങ്കിൽ മോഷൻ, ഒരു ലീനിയർ മോഷനോ അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ ഫോഴ്സോ ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യാന്നുള്ളതാണ് ആരുടെ പണി? ഹൈഡ്രോളിക് സിലിണ്ടേഴ്സിന്റെ പണി.
ദെൻ ഇറ്റ് കൺസിസ്റ്റ് ഓഫ്, അതിൽ എന്തൊക്കെ ഉണ്ട് നമ്മൾ കണ്ടല്ലേ, അതിന്റെ അകത്ത് ഒരു പിസ്റ്റൺ, ഒരു ബാരൽ അല്ലെങ്കിൽ ഒരു സിലിണ്ടറിന്റെ അകത്ത് ഒരു പിസ്റ്റണും പിസ്റ്റൺ റോഡൊക്കെ ഉൾപ്പെടുന്നതാണെന്ത് ഈ പറയുന്ന ലീനിയർ ആക്ച്വേറ്റർ അഥവാ ഹൈഡ്രോളിക് സിലിണ്ടർ എന്ന് പറയുന്നത്. ദെൻ ശ്രദ്ധിക്കുക, ഹൈഡ്രോളിക് മോട്ടർ ആരാണെന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കാട്ടോ, നമ്മൾ ഹൈഡ്രോളിക് പമ്പ് പഠിച്ചില്ലേ, ഹൈഡ്രോളിക് പമ്പ്, ആ ഹൈഡ്രോളിക് പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്ത് ഹൈഡ്രോളിക് മോട്ടർ എന്ന് പറയുന്ന ആള്. അപ്പൊ അയാളുടെ പണി എന്താണ്? ഇറ്റ് ഈസ് എ റോട്ടറി ആക്ച്വേറ്റർ ആണ്. നമ്മൾ വേറൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ല, അപ്പൊ ജസ്റ്റ് നോട്ട് ചെയ്യുക. അയാൾ എന്താണ്? ഒരു റോട്ടറി ആക്ച്വേറ്റർ ആണ്. അയാളുടെ പണി എന്താണ്? വിച്ച് കൺവേർട്സ് ദ ഫ്ലൂയിഡ് പവർ, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ പറയുന്ന ഹൈഡ്രോളിക് എനർജിയെ റോട്ടറി മോഷൻ ആക്കി മാറ്റുന്നതാണ് ഹൈഡ്രോളിക് മോട്ടറിന്റെ പണി കേട്ടോ. അതായത് ഹൈഡ്രോളിക് സിലിണ്ടേഴ്സ് ലീനിയർ മോഷൻ ആണ് ആക്കുന്നതെങ്കിൽ, ഇങ്ങനെ ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ ആണ് അയാൾ തരുന്നതെങ്കിൽ, ഒരു റൊട്ടേറ്റിംഗ് മോഷൻ തരുന്ന ആളാണെന്ത് ഹൈഡ്രോളിക് മോട്ടർ എന്ന് പറയുന്നത്. ഇവരൊക്കെ ഏത് വിഭാഗത്തിൽ തന്നെ പെടുന്നതാണ്? ആക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്ന ആൾക്കാരാണ്. ഓക്കെ, ദെൻ ഈ ഹൈഡ്രോളിക് സിലിണ്ടേഴ്സ് അത്യാവശ്യം ഒരു 2-3 പേരെ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ വാൽവ് പഠിക്കുമ്പോൾ അവിടെ ആവശ്യം വരുന്ന ആൾക്കാരെയാണ് നമ്മളിവിടെ മെയിൻ ആയിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. ശ്രദ്ധിക്കുക. അപ്പോ ഹൈഡ്രോളിക് സിലിണ്ടേഴ്സിന് 5 ടൈപ്പ് പറയാം. അതിൽ 3 ടൈപ്പാണ് നമ്മൾ പഠിക്കുന്നുള്ളൂ കേട്ടോ. ഒന്നാമത്തെയാണ് സിംഗിൾ ആക്ടിംഗ് സിലിണ്ടേഴ്സ്, രണ്ടാമത്തെയാണ് ഡബിൾ ആക്ടിംഗ് സിലിണ്ടേഴ്സ്, മൂന്നാമത്തെയാണ് ഡബിൾ റോഡ് സിലിണ്ടർ അല്ലെങ്കിൽ ഡബിൾ എൻഡഡ് സിലിണ്ടർ, രണ്ടുപേരിലും പറയും. ദെൻ ടെലസ്കോപ്പിക് സിലിണ്ടർ, ടാൻഡം സിലിണ്ടർ. അപ്പോ ആദ്യത്തെ 3 പേരെയാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യത്തെ 3 പേരെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. നോക്കാം. സിംഗിൾ ആക്ടിങ്, ഡബിൾ ആക്ടിങ് ഒക്കെ നിങ്ങൾ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് പഠിച്ചപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ, റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. അപ്പൊ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണെന്ത്, എന്തുകൊണ്ടാണ് സിംഗിൾ ആക്ടിങ് എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഡബിൾ ആക്ടിങ് എന്ന് പറയുന്നത് നമ്മളവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അല്ലെ. എന്തുകൊണ്ടാണ് സിംഗിൾ ആക്ടിങ് എന്ന് നമ്മളവിടെ പറയാനായിട്ട് കാരണം, അതായത് പിസ്റ്റൺ എന്ന് പറയുന്ന ആളുടെ ഒരു സൈഡിൽ മാത്രമാണ് ഫ്ലൂയിഡിന്റെ ആക്ഷൻ എങ്കിൽ അത് സിംഗിൾ ആക്ടിങ് ആണ്. പിസ്റ്റൺ എന്ന് പറയുന്ന ആളുടെ 2 സൈഡിലും ആ പറയുന്ന ഫ്ലൂയിഡിന്റെ ഒരു ആക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അയാള് ഡബിൾ ആക്ടിങ് ആവും. അതാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്ന ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്ന റെസിപ്രോക്കേറ്റിംഗ് പമ്പ് അല്ല കേട്ടോ. ഇവിടെ നമ്മൾ എന്താ പറയുന്നത്, ആക്ച്വേറ്റർ ആണ്. ആ പമ്പൊക്കെ കടന്ന് മുന്നോട്ട് പോയിട്ട് ഒരു മെക്കാനിക്കൽ എനർജിയെ പുറത്തേക്ക് തരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇയാളെയാണ് നമ്മൾ എന്ത് ആക്ച്വേറ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു സിംഗിൾ ആക്ടിംഗ് സിലിണ്ടർ ആണ് നമ്മളുടെ ആക്ച്വേറ്റർ എങ്കിൽ, അഥവാ കടന്നു വരുന്ന ഫ്ലൂയിഡ് പവറിനെ അല്ലെങ്കിൽ ഹൈഡ്രോളിക് എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഒരു സിംഗിൾ ആക്ടിംഗ് സിലിണ്ടർ ആണെങ്കിലുള്ള കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കിയേ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബാരൽ കാണാം. ഈ സിലിണ്ടർ ആണ് നമ്മൾ ബാരൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഈ ഒരു ഔട്ടർ കവറിംഗ് ആണ് നമ്മൾ ബാരൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു എന്താണ് സിലിണ്ടർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന്റെ അകത്ത് നിങ്ങൾക്ക് ഒരു പിസ്റ്റൺ കാണാം, ഒരു പിസ്റ്റൺ കാണാം, ഒരു പിസ്റ്റൺ റോഡ് കാണാം, അതിനെ ചുറ്റി ഒരു സ്പ്രിങ് കാണാം അല്ലെ, ഒരു സ്പ്രിങ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ദെൻ ഇവിടെ ഒരു പോർട്ട് കാണാം, നിങ്ങൾക്ക് ഒരു ഓപ്പണിംഗ്, ഒരു പോർട്ട് കാണാം. എന്റെ അവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് ഫ്ലൂയിഡ് ഫ്രം ദി പമ്പ്, പമ്പിൽ നിന്നും കടന്നു വരുന്ന പ്രഷറൈസ് ചെയ്ത ഫ്ലൂയിഡ് ആണ് ആ പോർട്ടിൽ കൂടി കയറുന്നത് എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. ദെൻ ആ പമ്പിൽ അല്ലെ പമ്പ് ചെയ്ത് വരുന്ന ആ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ആ ഒരു ലിക്വിഡ് അല്ലെ, ഹൈഡ്രോളിക് ആണല്ലോ. അപ്പൊ ലിക്വിഡ് എന്ന് പറയുന്ന ആൾക്ക് എവിടെയാണ് ആക്ഷൻ, ഈ പറയുന്ന പിസ്റ്റണിന്റെ ഒരൊറ്റ എൻഡിൽ മാത്രമാണ്, അപ്പുറത്തെ എൻഡിൽ ഇല്ല. ഈ എൻഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, പിസ്റ്റന്റെ ഈ ഒരു എൻഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്ലാങ്ക് എൻഡ്. ശ്രദ്ധിക്കാട്ടോ, ബ്ലാങ്ക് എൻഡ്, ബ്ലാങ്ക് എൻഡ്. ദെൻ അതുപോലെ തന്നെ അപ്പുറത്തൊരു എൻഡ് ഉണ്ടല്ലേ, ആ എൻഡിനെ നമ്മൾ വിളിക്കുന്ന പേര്, എനിക്ക് റെസിപ്രോക്കേറ്റിംഗ് മുമ്പ് പറഞ്ഞപ്പോ അത് പറഞ്ഞു കാണാം. ഈ എൻഡിനെ വിളിക്കുന്ന പേരാണ് റോഡ് എൻഡ്. റോഡ്, പിസ്റ്റന്റെ 2 എൻഡ് ഉണ്ട്. ഒരു എൻഡ് എന്താണ്, റോഡ് ഇല്ലാത്തതാണെങ്കിൽ ബ്ലാങ്ക് എൻഡ്, അപ്പുറത്തെ എൻഡ് എന്ത് വിളിക്കാം, റോഡ് എൻഡ് എന്നും പറഞ്ഞ് നമുക്ക് അവിടെ വിളിക്കാം. അപ്പോ ഇയാളുടെ മോഷനെ 2 രീതിയിലാണ് പറയാം. ഈ പിസ്റ്റണിന്റെ മോഷനെ 2 രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഒന്ന് എക്സ്റ്റൻഷൻ, ശ്രദ്ധിക്കാട്ടോ, കണ്ട എക്സ്റ്റൻഷൻ അഥവാ ഈ ഒരു ഡയറക്ഷനിലെ മോഷൻ നമ്മൾ, അതായത് പിസ്റ്റൺ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അതിനെ എക്സ്റ്റൻഷൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, വെറുതെ ലെഫ്റ്റ് ടു റൈറ്റ് ബൈഹാർട്ട് ചെയ്യരുത്. ഇപ്പൊ ഇരിക്കുന്ന ഇരിപ്പിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇപ്പൊ നിലവിൽ നമ്മുടെ പിസ്റ്റൺ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ, പിസ്റ്റൺ സിലിണ്ടർ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നിലവിലെ ഇരിപ്പില് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുന്നതിനാണ് ഞാൻ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ദെൻ ഇയാളെ തിരിച്ചു പോകുന്നത്, വീണ്ടും ഇവിടെ റൈറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് പോകും അല്ലെ, അതിനെയാണ് നമ്മൾ റിട്രാക്ഷൻ എന്ന് പറയുന്നത്. റിട്രാക്ഷൻ. എന്താണ് ഈ എക്സ്റ്റൻഷനും എന്താണ് ഈ റിട്രാക്ഷനും എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അതായത് നമുക്കറിയാം ഈ പിസ്റ്റൺ റോഡിന്റെ അറ്റത്താണ് എന്തോ ഒരു വർക്ക് ഉള്ളത് അല്ലെ. ചിലപ്പോൾ ഒരു ലോഡ് എടുക്കാനായിരിക്കും, അല്ലെ വേറെ എന്തെങ്കിലും ഒരു വർക്ക് ഒരു ടൂൾ ആയിരിക്കാം, ചിലപ്പോൾ ഒരു ടൂള്. ആ ടൂള് വെച്ചിട്ട് ഇവിടെ ഒരു ടേബിളും ഒരു വർക്ക് പീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ ഒരു വർക്ക് അവിടെ ചെയ്യാനായിട്ടും പറ്റും. അപ്പൊ എന്തോ ഒരു വർക്ക് കിട്ടുന്നത് എവിടെയാണ്, ഈ റോഡിന്റെ ഈ ഒരു ഭാഗത്താണ് അല്ലെങ്കിൽ റോഡിന്റെ എൻഡിലാണ് എന്ന് നമുക്ക് അവിടെ അറിയാം. അപ്പോ
പിസ്റ്റൺ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്താണ് അവിടെ ഈ പറയുന്ന വർക്ക് എന്ന് പറയുന്ന പരിപാടി നടക്കുന്നത്. അല്ലെ ലോഡ് എടുക്കുക എന്നുള്ള പരിപാടിയൊക്കെ ഈ ഒരു എക്സ്റ്റൻഷന്റെ സമയത്താണ് നടക്കുന്നത്. അതിനുശേഷം ആ വർക്കിന്റെ ആവശ്യം തീരുമ്പോൾ അല്ലെങ്കിൽ ആ എനർജി എന്താണ് അത്രയും മതി എന്ന് തോന്നുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ പിസ്റ്റൺ തിരിച്ചു കൊണ്ടുപോകണം, തിരിച്ച് പഴയ പൊസിഷനിലേക്ക് കൊണ്ടുപോകണം. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് റിട്രാക്ഷൻ. ഓക്കെ, ആ റിട്രാക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നത് മെയിൻ ആയിട്ട് ഈ സ്പ്രിങ് ആയിരിക്കും അല്ലെ. ഈ പറയുന്ന എക്സ്റ്റൻഷൻ നടക്കുന്നത് എങ്ങനെയാ, പമ്പ് ചെയ്ത എന്താണ് പ്രഷർ കൂടിയ ആള് ഈ പിസ്റ്റന്റെ അടുത്തേക്ക് വന്ന് തള്ളുമ്പോൾ എന്ത് ചെയ്യും, സ്പ്രിംഗ് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഈ പിസ്റ്റൺ നീങ്ങും അല്ലെ. ആ പിസ്റ്റൺ നീങ്ങി ഇപ്പുറത്തേക്ക് വന്നിട്ട് ഈ ഫ്ലൂയിഡ് പവറിനെ നമ്മൾ അവിടെ കട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് പമ്പിങ് ആക്ഷൻ അവിടെ നിർത്തുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഈ സൈഡിൽ അയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഫോഴ്സ് എന്ന് പറയുന്ന ആൾ അവിടെ കട്ടാവും. ആ ഫോഴ്സ് കട്ടാവുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ആര് പ്രവർത്തിക്കുന്നുണ്ട്, സ്പ്രിങ് പ്രവർത്തിക്കുന്നുണ്ട്. വീണ്ടും അയാൾ എന്ത് ചെയ്യും, റിട്രാക്ട് ചെയ്ത് പഴയ പൊസിഷനിലേക്ക് അയാൾ തിരിച്ചെത്തും. അതാണ് സ്പ്രിങ്ങിന്റെ ഫംഗ്ഷൻ. ദെൻ സ്പ്രിങ് കൂടാതെ വേണമെങ്കിൽ ഗ്രാവിറ്റിയുടെ സഹായം തേടാം. ഗ്രാവിറ്റിയുടെ സഹായത്തിൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ എന്താണ് പൊതുവെ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇപ്പൊ നമ്മള് ഇതിപ്പോ ഒരു ഹൊറിസോണ്ടൽ സിലിണ്ടർ അല്ലേ, ഇതൊരു വെർട്ടിക്കൽ സിലിണ്ടർ ആണെന്ന് വിചാരിക്കുക, ഒരു വെർട്ടിക്കൽ സിലിണ്ടർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ ഒരു പിസ്റ്റൺ ഉണ്ട്, ഒരു പിസ്റ്റൺ റോഡ് ഇങ്ങനെ മുകളിലേക്ക് ഉണ്ട്. ഇതേ കയറി ഫ്ലൂയിഡ് വന്ന് ഇങ്ങനെ തള്ളിയാണെന്ന് വിചാരിക്കുക അല്ലെ. അപ്പൊ തള്ളി കഴിയുമ്പോൾ അയാൾ മുകളിലേക്ക് പോകുന്നു. ആ പിസ്റ്റണൊക്കെ ഒരു വെയിറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ മുകളിലൊരു വെയിറ്റ് എന്തെങ്കിലും വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക, അതിലൊരു ലോഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ലോഡിന് അഗേൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ ഫ്ലൂയിഡ് പവർ കൊടുക്കുന്നു, പ്രഷർ കൊടുക്കുന്നു, അയാളെ മുകളിലേക്ക് മൂവ് ചെയ്യുന്നു. അതിനുശേഷം ഈ ഫ്ലൂയിഡിനെ കട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ബൈ ഗ്രാവിറ്റി ഈ പിസ്റ്റന്റെ വെയിറ്റ് കാരണം എന്ത് ചെയ്യും, അയാൾ വീണ്ടും താഴേക്ക് തിരിച്ചു പോരും. പക്ഷെ അതൊത്തിരി അത്ര കൺട്രോളബിൾ അല്ല, കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, സ്പ്രിങ് വെച്ചിട്ട് കുറച്ചുകൂടി ആളുടെ മോഷനെ റെസ്ട്രിക്ട് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും നമുക്ക് എളുപ്പമാണ്. അപ്പോ ഗ്രാവിറ്റി വെച്ചോ സ്പ്രിങ് വെച്ചോ എന്ത് ചെയ്യാം, സിംഗിൾ ആക്ടിങ് ആക്ച്വേറ്ററിനെ നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാമെങ്കിലും ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ആരെയാണ് ആശ്രയിക്കുന്നത്, സ്പ്രിങ്ങിനെയാണ് നമ്മൾ അവിടെ ആശ്രയിക്കുന്നത്. ദെൻ മറ്റ് ആക്ച്വേറ്റേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറെ കൂടി സിമ്പിൾ ആണ്. നമ്മൾ ഈ പറഞ്ഞ വർക്കിങ്ങും ഇയാളുടെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ കുറെ കൂടി സിമ്പിൾ ആണ്, കോമ്പാക്ട് ആണ്, ഒതുങ്ങിയിരുന്നോളും. ഒരുപാട് വേറെ കമ്പോണൻസ് ഒന്നും ഇതിന്റെ അകത്ത് പറയാനില്ല. ഒരു ബാരല്, ഒരു പിസ്റ്റൺ, ഒരു സ്പ്രിങ്, ഒരു പിസ്റ്റൺ റോഡൊക്കെ പറയാനുള്ളൂ. ഡബിൾ ആക്ടിങ് ഒക്കെ വരുമ്പോൾ വേറെ കുറച്ച് ആൾക്കാർ കൂടി അതിന്റെ അകത്ത് കടന്നു വരും, നമുക്ക് നോക്കാം. ദെൻ ഇയാളുടെ ഒരു പ്രശ്നം അല്ലെങ്കിൽ എവിടെയാണ് ഇയാൾ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ലാർജർ സ്ട്രോക്ക് ലെങ്ത് ഉള്ള സാഹചര്യങ്ങളിലാണ്. ഈ സ്ട്രോക്ക് ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എഞ്ചിനിലൊക്കെ സ്ട്രോക്ക് ലെങ്ത് പറയാറില്ലേ, പിസ്റ്റന്റെ ഒരു മൂവ്മെന്റ് എന്താണ് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ സ്ട്രോക്ക് ലെങ്ത് പറയാം. അതുപോലെ തന്നെ പിസ്റ്റൺ ഈ ഒരു എൻഡിൽ നിന്നും അല്ലെ, ഈ ഒരു പർട്ടിക്കുലർ എൻഡിൽ നിന്നും അപ്പുറത്തെ എൻഡിലേക്ക് മാക്സിമം സഞ്ചരിക്കാവുന്ന ഒരു ദൂരമുണ്ട് അല്ലെ. ഈ ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിലേക്ക് മാക്സിമം സഞ്ചരിക്കാവുന്ന ഒരു ദൂരമുണ്ട്. ആ ദൂരം തന്നെയായിരിക്കും എന്ത്, ഈ പിസ്റ്റൺ റോഡിന്റെ എക്സ്റ്റൻഷനും, ശരിയല്ലേ. ആ ദൂരം തന്നെയായിരിക്കും ഈ പിസ്റ്റൺ റോഡ് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നതും. ആ ഡിസ്റ്റൻസ് എത്രയാണോ അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്ട്രോക്ക് ലെങ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ സ്ട്രോക്ക് ലെങ്ത് കൂടുതലാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, ഇയാളുടെ സൈസ് കൂടും, അല്ലെങ്കിൽ ഇയാളുടെ പിസ്റ്റൺ റോഡിന്റെ ഒക്കെ ലെങ്ത് കൂടും, നീളം കൂടും. അതിനനുസരിച്ചിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്ന ലോഡിൽ വ്യത്യാസങ്ങൾ വരും, ലോഡ് കൂടും. അതിനനുസരിച്ചിട്ട് സ്പ്രിങ്ങിന്റെ വലിപ്പം കൂടും, സ്റ്റിഫ്നെസ് കൂടും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ സ്പ്രിങ്ങിനെ ഒരു പരിധി വിട്ട് സ്റ്റിഫ്നെസ് കൂട്ടുക അല്ലെങ്കിൽ കപ്പാസിറ്റി ഉള്ള ആളാക്കുമ്പോൾ പ്രാക്ടിക്കലി പല ബുദ്ധിമുട്ടുകളും അതിൽ ഉണ്ട്, അല്ല ഇൻസ്റ്റലേഷനിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് സ്ട്രോക്ക് ലെങ്ത് കൂടിയ ആപ്ലിക്കേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സിംഗിൾ ആക്ടിങ്ങിനെ നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നില്ല. ഓക്കെ, ആ ഒരു സമയത്താണ് നമ്മൾ അപ്പുറത്തേക്ക് വരുന്ന ഡബിൾ ആക്ടിങ് പോലുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. ദെൻ ഇയാളുടെ സിമ്പല് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ഹൈഡ്രോളിക് സിമ്പൽസും ന്യൂമാറ്റിക് സിമ്പൽസും എല്ലാവരും ഒന്നും പഠിച്ചില്ലെങ്കിലും അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ചിരിക്കണം. മിക്കവാറും ചിലപ്പോൾ ചോദിക്കും, താഴെ തന്നിരിക്കുന്ന സിമ്പല് എന്തിനെ സൂചിപ്പിക്കുന്നു, അത് എന്താണ് സിംഗിൾ ആക്ടിങ് സിലിണ്ടർ ആണോ, ഡബിൾ ആക്ടിങ് സിലിണ്ടർ ആണോ, ഒരു പമ്പാണോ, മോട്ടറാണോ എന്നൊക്കെ വേണമെങ്കിൽ ചോദിച്ചേക്കാം. അപ്പൊ നമുക്ക് നോക്കാം, ഒരു സിംഗിൾ ആക്ടിങ് സിലിണ്ടറിനെ എങ്ങനെയാണ് സിംബോളിക്കലി റെപ്രസെന്റ് ചെയ്യുന്നതെന്നാണ്. നോക്കിയേ, ഈ പുറമേ കാണുന്നതാണ് അയാളുടെ ആ ഒരു ബാരൽ എന്ന് പറയുന്ന ആള്, ബാരൽ അഥവാ നമ്മൾ പറയുന്ന സിലിണ്ടർ. അതിന്റെ ഒരു ലൈൻ അകത്ത് കാണിച്ചിട്ടുണ്ടല്ലേ, ഇതാണ് നമ്മളുടെ പിസ്റ്റൺ എന്ന് പറയുന്ന ആള്, ഇതാണ് നമ്മളുടെ പിസ്റ്റൺ റോഡ് എന്ന് പറയുന്ന ആള്, ഇതാണ് അയാളുടെ ഒരു പോർട്ട് അല്ലെങ്കിൽ ഒരു എന്താണ് പമ്പിൽ നിന്ന് വരുന്ന ലൈൻ ഉണ്ടല്ലോ, ആ പ്രഷർ ലൈൻ, ആ പ്രഷർ ലൈനാണ് ഈ കാണിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കും വളരെ സിമ്പിൾ ആണെന്ന് വിചാരിക്കും അല്ലെ, കാരണം ശരിയാണ്, സിമ്പിൾ ആണ്. ഇതെന്താണോ ഈ വരച്ചു വെച്ചേക്കണ ഒരു 3 ഡയമെൻഷണൽ ഫിഗർ, അതിന് എന്ത് ചെയ്തേക്കാണ്, ഒരു ലൈൻ ഡയഗ്രാം ആയിട്ട് വരച്ചു വെച്ചേക്കാണ്, അതാണ് സിമ്പിൾ എന്ന് പറയുന്നത്. പക്ഷെ ഇത് എളുപ്പമാണെങ്കിലും കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ നമ്മള് ഡബിൾ ആക്ടിങ് സിലിണ്ടറിലേക്ക് പോകാം. അതിന് മുമ്പ് ഇതിന്റെ ആപ്ലിക്കേഷൻ ജസ്റ്റ് നോട്ട് ചെയ്യാട്ടോ. എവിടെയാണ് സിംഗിൾ ആക്ടിങ് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചോദിച്ചു കഴിഞ്ഞാൽ, യൂസ്ഡ് വെയർ പവർ മോഷൻ ഈസ് റിക്വയർഡ് ഇൻ വൺ ഡയറക്ഷൻ ഉള്ളി. അതായത് ഒരു ഡയറക്ഷനിലേക്ക് മാത്രം പവർ കൊടുത്താൽ മതി അല്ലെ. ആ എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, അപ്പൊ അവിടെ മാത്രമാണ് ഒരു വർക്ക് നടക്കുക എന്ന് ഞാൻ പറഞ്ഞില്ലേ.
തിരിച്ചു പോകുന്ന റിട്രാക്ഷൻ എന്ന് പറയുന്ന പരിപാടിയിൽ പ്രത്യേകിച്ച് അങ്ങനെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ആ ലോഡ് നമ്മൾ എടുത്ത് പുറത്തേക്ക് പോവുകയാണ്. അല്ലെങ്കിൽ പിസ്റ്റന്റെ ഒരു എൻഡിൽ മാത്രമാണ് ഈ പരിപാടി നടക്കുന്നത്, അല്ലെ? ഒരു എൻഡിൽ മാത്രമാണ് പരിപാടി നടക്കുന്നത്, അപ്പുറത്തെ എൻഡിൽ ഒന്നും നടക്കുന്നില്ല. അതാണ്, ഒരു ഡയറക്ഷനിലേക്ക് മാത്രമാണ് നമുക്ക് ഈ പറയുന്ന പവർ സപ്ലൈ ചെയ്യേണ്ടതെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? ഈ പറയുന്ന സിംഗിൾ ആക്ടിങ് സിലിണ്ടറിനെ എനിക്ക് ഉപയോഗിക്കാം. അതിന്റെ എക്സാമ്പിൾസ് പറഞ്ഞാല് ക്ലാമ്പിംഗ്, ലിഫ്റ്റിംഗ്, എംബോസിംഗ്. ക്ലാമ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു ടേബിൾ ഉണ്ട്, ഒരു ടേബിള്. ആ ടേബിളില് ഒരു വർക്ക് ഇരിപ്പുണ്ട്. ഈ വർക്കിനെ ക്ലാമ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ പൊസിഷൻ മാറാതെ അമർത്തി പിടിക്കുക, അല്ലെ പ്രസ് ചെയ്ത് പിടിക്കുക എന്നുള്ളതാണല്ലോ ക്ലാമ്പിംഗ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഹൈഡ്രോളിക് സിലിണ്ടറിന്റെ സഹായം തേടുകയാണെങ്കിൽ, ഇപ്പോ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു പിസ്റ്റൺ ഒക്കെ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ പിസ്റ്റൺ റോഡ്, ഈ പിസ്റ്റൺ റോഡിന്റെ എൻഡ് കൊണ്ടുവന്നിട്ട് ഞാൻ ഈ വർക്ക് പീസിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് ഒരു പമ്പിംഗ് ഫ്ലൂയിഡ് വരുമ്പോൾ അതിന്റെ ആക്ഷൻ കാരണം പിസ്റ്റൺ മൂവ് ചെയ്ത് പിസ്റ്റൺ റോഡ് വഴി എനിക്ക് എന്ത് ചെയ്യാം? ഈ വർക്ക് പീസിനെ ക്ലാമ്പ് ചെയ്ത് പിടിക്കാം. അതൊരു എന്താണ് സിംഗിൾ സിലിണ്ടറിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് പറയാം. ദെൻ ലിഫ്റ്റിംഗ്, ഒരു ലോഡ് ഉയർത്താനായിട്ട്, അല്ലെ? ഉയർത്തുക എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ഡയറക്ഷൻ ആണല്ലോ. അപ്പൊ ആ ഒരു സിംഗിൾ ഡയറക്ഷനിലേക്ക് ഇയാളെ ഉയർത്താൻ, ലോഡിനെ ഉയർത്താനും എനിക്ക് എന്ത് ചെയ്യാം? സിംഗിൾ ആക്ടിങ് സിലിണ്ടറിനെ ആക്ച്വേറ്റർ ആയിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ എംബോസിംഗ് കോയിനിങ് എന്നൊക്കെ നമ്മൾ പഠിക്കാറില്ലേ? എംബോസിംഗ് എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് ഇപ്പൊ മനസ്സിലാക്കുക, അതിന്റെ അകത്തേക്കൊന്നും നമ്മൾ പോകുന്നില്ല, വേറെ സബ്ജക്ട് നിങ്ങൾ പഠിക്കുമല്ലോ. എംബോസിംഗ് എന്ന് പറഞ്ഞാല് ഒരു സർഫസിലെ ഇംപ്രഷൻ ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ എംബോസിംഗ് എന്ന് വിളിക്കുക. ഒരു സർഫസിൽ ഒരു അച്ചു കൊണ്ടുവന്ന് നമ്മൾ ഇങ്ങനെ, അല്ല, ഒരു അച്ചിന് ഒരു ഷേപ്പ് ഒക്കെ ഉണ്ടാവും, അതിനെ കൊണ്ടുവന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്തുണ്ടാവും? എന്താണോ ആ അച്ചിൽ വരുന്ന ഷേപ്പ് അത് എന്ത് ചെയ്യും? ഈ സർഫസിൽ അവിടെ ഇംപ്രഷൻ ആയിട്ട് കിടക്കും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? എംബോസിംഗ് എന്നുള്ള ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതൊക്കെ എന്താണ്? ഒരൊറ്റ ഡയറക്ഷനിലേക്ക് മാത്രം ഫോഴ്സ് സപ്ലൈ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ പറയുന്ന ആപ്ലിക്കേഷൻ എല്ലാം പറയുന്നത്, അല്ലെ? അപ്പൊ അതൊക്കെ എന്ത് ഉപയോഗിച്ചാൽ മതി? ഈ പറയുന്ന സിംഗിൾ ആക്ടിങ് ആക്ച്വേറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ദെൻ നമ്മൾ ഡബിൾ ആക്ടിങ്ങിലേക്ക് പോകുമ്പോൾ, അതായത് സിംഗിൾ ആക്ടിങ്ങിൽ ഈ പറയുന്ന പോലെ സ്ട്രോക്ക് ലെങ്ത് ഒക്കെ കൂടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, ഒരു ഡയറക്ഷനിലേക്ക് മാത്രമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ, ഈ ഡബിൾ ആക്ടിങ് വരുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് മെച്ചമെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് നമുക്ക് എക്സ്ട്രാ കിട്ടുന്ന ബെനിഫിറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, എന്താണ് ഡബിൾ ആക്ടിങ് എന്ന് പറയുമ്പോൾ? ഇപ്പൊ നിങ്ങൾ ഒരു ഫിഗർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും, അല്ലെ? ഈ ഒരു അനിമേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ഒരു പിസ്റ്റൺ അവിടെ ടു ആൻഡ് ഫ്രോ മോഷൻ ഇങ്ങനെ നടക്കുന്നുണ്ട്. ആ സമയത്ത് രണ്ട് പോർട്ട് നിങ്ങൾക്ക് കാണാം, അല്ലെ? രണ്ട് പോർട്ട് നിങ്ങൾക്ക് കാണാം. ദെൻ ഒരു പോർട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫ്ലൂയിഡ് ഫ്രം പമ്പ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ദെൻ ഇവിടെ ഫ്ലൂയിഡ് ഫ്രം പമ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെയും കാണിച്ചിട്ടുണ്ട്. കാരണം എന്താണ്? ഒരു പോർട്ട്, ഇപ്പൊ ഇങ്ങോട്ട് ശ്രദ്ധിക്കാട്ടോ, ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നിന്ന് ഫ്ലൂയിഡ് കടന്നു വരുമ്പോൾ പിസ്റ്റൺ റൈറ്റിലേക്ക് പോയി. ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഭാഗത്തുള്ള ഫ്ലൂയിഡ് ഇറങ്ങിപ്പോണം. ഏത് പോർട്ട് വഴി? ഈ പോർട്ട് വഴി. അതിനുശേഷം പൊസിഷൻ മാറ്റും. പമ്പിന്റെ ഈ പറയുന്ന എന്താണ് ഫ്ലോ എന്ന് പറയുന്ന, അല്ലെങ്കിൽ പ്രഷർ എന്ന് പറയുന്നത് ഈ പോർട്ട് വഴി നമ്മൾ സപ്ലൈ ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? ഈ ലെഫ്റ്റ് സൈഡിലുള്ള ആൾ അങ്ങോട്ട് ഇറങ്ങിപ്പോകും. അപ്പോ രണ്ട് പോർട്ടും എന്താണ്? പമ്പിന്റെ ഇൻലെറ്റ് തന്നെയാണെന്നോ അല്ലെങ്കിൽ ഇറങ്ങിപ്പോകേണ്ട വഴിയാണെന്നോ പറയാം. അത് പിസ്റ്റന്റെ മൂവ്മെന്റ് എങ്ങോട്ടാണെന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ അത് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നത് വിചാരിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഡബിൾ ആക്ടിംഗ് എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ്? ഈ പിസ്റ്റന്റെ രണ്ട് സൈഡിലും ഫ്ലൂയിഡിന് കോണ്ടാക്ട് അല്ലെങ്കിൽ ആക്ഷൻ വരുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇയാളെ ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ എന്ന് നമ്മൾ പറയുന്നത്. ദെൻ ഇയാളുടെ ബാരല് അല്ലെങ്കിൽ ഈ ഒരു സിലിണ്ടർ എന്ന് പറയുന്ന ആളുടെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സീംലെസ് സ്റ്റീൽ ട്യൂബിംഗ് ആണ്. അത് സ്റ്റീലാണ്. ഇയാളുടെ മെറ്റീരിയൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീലാണ്, സ്റ്റീൽ ട്യൂബ് ആണ്. അത് സീംലെസ് ആണ്. സീംലെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിപ്പോ ഒരു പാട്ട, അല്ലെ, ഒരു മെറ്റൽ ഷീറ്റ് ഉണ്ടെന്ന് വിചാരിക്കും, ഒരു പാട്ട ഷീറ്റ് അല്ലെങ്കിൽ ഒരു മെറ്റൽ ഷീറ്റ്. ആ മെറ്റൽ ഷീറ്റിനെ മടക്കിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സിലിണ്ടർ പോലെ ഉണ്ടാക്കുന്ന, അല്ലെ, ഒരു ട്യൂബ് അല്ലെങ്കിൽ സിലിണ്ടർ പോലെയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഒരു മെറ്റൽ ഷീറ്റിനെ മടക്കിയിട്ടാണ്. അപ്പൊ മടക്കി കഴിയുമ്പോൾ അയാൾക്ക് ഒരു എഡ്ജ് വരും, അല്ലെ, ഒരു എഡ്ജ്. ആ എഡ്ജിനെ ബൈ റിവറ്റിങ്ങോ ബൈ വെൽഡിങ്ങോ ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ അയാളെ ആ എഡ്ജിന് ജോയിൻ ചെയ്യേണ്ടി വരും, അല്ലെ. അപ്പൊ അത് സീംഡ് ആണ്. ആ പറയുന്ന പരിപാടി എന്താണ്? സീംഡ് ആണ്. CAMED, സീംഡ് ജോയിന്റ് ആണ്. പക്ഷെ സീംലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു എൻഡ് ഉണ്ടാവില്ല, ഒരു എഡ്ജ് ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ കാസ്റ്റിംഗ്, അല്ലെങ്കിൽ നമ്മൾ അച്ചിൽ വാർത്തെടുക്കുക എന്നൊക്കെ പറയും. കാസ്റ്റിംഗ് എന്നൊക്കെ പറയുന്ന പരിപാടി, അതൊക്കെ എന്താണ്? സീംലെസ് ആണ്. അങ്ങനെ ഒരു എഡ്ജ് എന്ന് പറയുന്ന ആൾ അവിടെ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു എന്താണ്, ഒരു റിവറ്റിങ്ങോ ഒരു വെൽഡിങ്ങോ പോലുള്ള പരിപാടി, എഡ്ജിനെ കൂട്ടി യോജിപ്പിക്കാനുള്ള പരിപാടി ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഇല്ലാത്തതിന് നമ്മൾ എന്ത് പറയുന്നത്? സീംലെസ്. അപ്പൊ അങ്ങനെ ഒരു സീംലെസ് ആയിട്ടുള്ള എഡ്ജുകൾ ഇല്ലാത്ത ഒരൊറ്റ കാസ്റ്റിംഗിൽ വാർത്തെടുത്തിരിക്കുന്ന ഒരു സ്റ്റീൽ ട്യൂബ് ആണെന്ത് നമ്മൾ ഈ പറയുന്ന ബാരൽ എന്ന് പറയുന്ന ആള്. ദെൻ കുറച്ച് നല്ല രീതിയിൽ ഫിനിഷ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഹോണിംഗ് എന്ന് പറഞ്ഞ ഒരു ഫിനിഷിംഗ് പ്രോസസ് ആണ് കേട്ടോ. ഹോണിംഗ് എന്ന് പറയുന്നത് ഹോൺഡ് ടു ഫിനിഷ് ഓൺ ദി ഇൻസൈഡ് സർഫസ്. അവിടെ ഇൻസൈഡ് സർഫസ് ഒക്കെ നല്ല രീതിയിൽ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഫിനിഷ് ചെയ്തിട്ടുണ്ടാവും. ദെൻ പിസ്റ്റന്റെ ആ ഒരു മെറ്റീരിയൽ ചോദിച്ചാൽ ഡക്റ്റൈൽ അയൺ ആണ്. ഈ പറയുന്ന പിസ്റ്റൺ മെറ്റീരിയൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡക്റ്റൈൽ അയൺ ആണ്.
ദെൻ ഇയാളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു ഇംബാലൻസ് വരും. എക്സ്റ്റൻഷന്റെ സമയത്തും റിട്രാക്ഷന്റെ സമയത്തും ഫോഴ്സിൽ ഒരു അൺബാലൻസ് അല്ലെങ്കിൽ ഒരു ഇംബാലൻസ് വരാനുള്ള സാധ്യത ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നമ്മളൊരു ഫ്ലൂയിഡിന്റെ ഒരു പവർ അല്ലെങ്കിൽ ഒരു പ്രഷറാണ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെയും അതുപോലെ തന്നെ ഒരു ഫ്ലൂയിഡിന്റെ പ്രഷർ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം അല്ലെ. ഡയറക്ഷൻ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് പോർട്ടിൽ കൂടിയും എനിക്ക് ഇൻലെറ്റ് ആയിട്ട് ഉപയോഗിക്കാം നമ്മൾ കണ്ടു. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കറിയാം ബൈ പാസ്കൽസ് ലോ അല്ലെ, പാസ്കൽസ് ലോ പ്രകാരം എന്താണ് ഈ വരുന്ന ആ ഒരു ഫ്ലൂയിഡിന്റെ ആ ഒരു എന്താണ് ഒരു തള്ളിച്ച കിട്ടുന്ന ഒരു പ്രഷർ എന്ന് പറയുന്നത് എന്താണ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടർ ആണ്. അതായത് ഇവിടെ കിട്ടുന്ന പ്രഷർ ആയാലും ഇവിടെ കൊടുക്കുന്ന പ്രഷർ ആയി കഴിഞ്ഞാൽ ഒക്കെ സെയിം ആയിരിക്കും. പക്ഷെ ഫോഴ്സ് ഇവിടെ വ്യത്യാസം വരും. കാരണം എന്താണ് ഇവിടത്തെ പിസ്റ്റൺ ഏരിയയിൽ വ്യത്യാസമുണ്ട്. ഇവിടെ കിട്ടുന്ന അത്രയും പിസ്റ്റൺ ഏരിയ എവിടെ കിട്ടില്ല, ഈ റോഡ് എൻഡിൽ കിട്ടില്ല. കാരണം അവിടെ കുറച്ചു ഭാഗം റോഡ് ഇരിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഞാൻ നോക്കിക്കഴിഞ്ഞാല് ഫോഴ്സ് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ എന്നുള്ള പറയുന്നത്. ഫോഴ്സ് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ. അപ്പോ ഇവിടെ കൊടുക്കുന്ന പ്രഷർ പി ആണ്, ഇവിടെ കൊടുക്കുന്ന പ്രഷറും പി ആണ്. പക്ഷെ ഇവിടെ കൊടുക്കുന്ന ഏരിയ ക്യാപിറ്റൽ A1 ആണ്, ഇവിടെ കൊടുക്കുന്ന ഏരിയ A2 ആണെങ്കിൽ എനിക്ക് പറയാമെന്ത് ആ A2 എന്ന് പറയുന്ന ഏരിയ എന്താണ്? A2 എന്ന് പറഞ്ഞാൽ ഈ എന്താണ് റോഡ് എൻഡിലെ പിസ്റ്റന്റെ ഏരിയ ആണ്. അപ്പൊ അവിടെ നിന്ന് എന്ത് കുറയ്ക്കണം? മൊത്തം പിസ്റ്റന്റെ ഏരിയയിൽ നിന്നും ഈ റോഡിന്റെ ഒരു ഏരിയ കുറച്ച് കളഞ്ഞാലാണ് എന്ത് A2 കിട്ടുക. A2 കുറവാണെന്ന് അല്ലെ. അപ്പോ F1 ഈസ് ഈക്വൽ ടു P ഇൻറ്റു A1 എന്ന് എനിക്ക് വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് വെച്ച് ഞാൻ പറയുമ്പോൾ F2 വെച്ച് ഞാൻ പറയുമ്പോൾ F2 ഈസ് ഈക്വൽ ടു സെയിം പ്രഷർ ആണ് ഇൻറ്റു A2 എന്ന് എനിക്ക് അവിടെ പറയാം. പക്ഷെ A2 എന്ന് പറയുന്ന ആൾ എന്താണ്? ലെസ് ദാൻ A1 ആണ്, ചെറുതാണ്. അതുകൊണ്ട് എന്തായിരിക്കും ഈ ഫോഴ്സിൽ ഒരു വ്യത്യാസം അപ്പൊ തന്നെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ എന്താണ് എക്സ്റ്റൻഷന്റെ സമയത്ത് ഇങ്ങോട്ട് പോകുന്നതാണ് എക്സ്റ്റൻഷൻ, ഇങ്ങോട്ട് തിരിച്ചു വരുന്നതാണ് റിട്രാക്ഷൻ. ആ രണ്ട് സമയത്ത് ഫോഴ്സ് എന്ന് പറയുന്ന ആള് രണ്ട് എന്താണ് വാല്യൂ ആണ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുക. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട് ഈ ഡബിൾ ആക്ടിങ് സിലിണ്ടറിൽ ഒരു അൺബാലൻസ് വരുന്നുണ്ട്. ഫോഴ്സിന്റെ കേസിൽ ഒരു അൺബാലൻസ് വരുന്നുണ്ട്. ഓക്കെ, ഒന്ന് ഓർത്തു വെക്കാം. ദെൻ ഇയാളുടെ ഒരു കൺസ്ട്രക്ഷൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാട്ടോ. ഒരു ഡബിൾ ആക്ടിങ് സിലിണ്ടറിന്റെ ഒരു കൺസ്ട്രക്ഷൻ ഫിഗർ ആണ് നിങ്ങൾ കാണുന്നത്. ഒരു ക്രോസ് സെക്ഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫിഗർ ആണ് നിങ്ങൾ കാണുന്നത്. അപ്പൊ നിങ്ങൾ കണ്ടോ ഇവിടെ രണ്ട് പോർട്ട് കണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു പോർട്ട് ഉണ്ട്, ഇവിടെയും ഒരു പോർട്ട് ഉണ്ട്. ഒരു എക്സ്റ്റൻഷൻ പോർട്ട് എന്ന് പറഞ്ഞാൽ ഇതിലെ ഫ്ലൂയിഡ് കടന്നു വന്ന് ഈ പിസ്റ്റനെ തള്ളുമ്പോൾ ഇയാൾ എന്ത് ചെയ്യും? ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. നേരെ തിരിച്ച് പമ്പിൽ നിന്നുള്ള ആളെ ഇങ്ങോട്ട് വന്ന് ഇവിടെയാണ് പിസ്റ്റനെ തള്ളുന്നതെങ്കിൽ എന്ത് ചെയ്യും? പിസ്റ്റൻ ഇങ്ങോട്ട് നീങ്ങും അല്ലെ, റിട്രാക്ട് ചെയ്യും നമുക്ക് പറയാം. അപ്പൊ ഇവിടെ ഉള്ള ഫ്ലൂയിഡ് എന്ത് ചെയ്യണം? ലിക്വിഡ് എന്ത് ചെയ്യണം? അയാൾ ഇതിലെ ഇറങ്ങി പൊക്കോളണം, ഇറങ്ങി തിരിച്ച് റിസർവോയറിലേക്ക് പൊക്കോളണം. ഓക്കെ, അപ്പോ ഇതിൽ ശ്രദ്ധിച്ചു നോക്കിയാല് ഇതാണ് നിങ്ങളുടെ ബാരൽ എന്ന് പറയുന്ന ആള്. ഈ ഔട്ടർ കാണുന്ന ഇത്രയും കംപ്ലീറ്റ് സാധനങ്ങളാണത് ബാരൽ എന്ന് പറയുന്ന ആള്. ആ ബാരലിലാണ് നമ്മൾ പോർട്ടുകൾ കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. അതിന്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് കാണാം? പിസ്റ്റൺ എന്ന് പറയുന്ന ആളെ കാണാം. ആ പിസ്റ്റണിന് എന്താണ് സെൻട്രൽ ആയിട്ട് ഒരു പിസ്റ്റൺ റോഡ് നിങ്ങൾക്ക് കാണാം. ദെൻ ഇവിടെ പിസ്റ്റൺ സീൽ എന്ന് പറയുന്ന ആളെ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കാട്ടോ. പിസ്റ്റൺ സീൽ എന്ന് പറയുന്ന ആളെ ഈ ബാരലിന്റെയും പിസ്റ്റണിന്റെയും ഇടയിലായിട്ട് കൊടുത്തിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അത് വേറൊന്നും കൊണ്ടല്ല, ഹൈ പ്രഷർ ആണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നുള്ളത്. ഹൈ പ്രഷർ ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അങ്ങനെ ഹൈ പ്രഷർ കൊടുക്കുമ്പോൾ ഈ വളരെ ചെറിയ ക്ലിയറൻസ് വഴി ഈ സിലിണ്ടറിന്റെയും പിസ്റ്റന്റെയും ഇടയിലുള്ള വളരെ ചെറിയ ക്ലിയറൻസ് വഴി എന്തിനുള്ള സാധ്യത ഉണ്ട്? ഈ ഹൈ പ്രഷറിലുള്ള ഫ്ലൂയിഡ് അപ്പുറത്തേക്ക് ലീക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? പവർ ലോസ് വരും. അതായത് കൊടുക്കുന്ന പ്രഷറിൽ കുറച്ചവിടെ ലീക്കായി പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പവർ ലോസ് വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സീൽ എന്ന് പറയുന്ന ആളെ, പിസ്റ്റൺ സീൽ എന്ന് പറയുന്ന ആൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ദെൻ അതുപോലെ തന്നെ എൻഡ് സീൽ എന്നൊക്കെ പറഞ്ഞു കാണാം. ഇതൊക്കെ ഒരു സീലിംഗ് ആക്ഷന് വേണ്ടിയിട്ടാണ്. അതായത് അപ്പുറത്തും ഇപ്പുറത്തേക്കും ഒക്കെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിലൊരു വൈപ്പർ സീൽ എന്ന് പറയുന്ന ഒരാളുണ്ട്, ശ്രദ്ധിക്കാട്ടോ. വൈപ്പർ സീൽ, വൈപ്പ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? വൈപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കുക എന്നുള്ള അർത്ഥം അല്ലേ, തുടച്ചു കളയാന്നുള്ള അർത്ഥമാണ് വൈപ്പ് ചെയ്യാന്നുള്ളത്. അതേ മീനിങ് തന്നെയാണ്. എവിടെയാണ് വൈപ്പർ സീൽ കൊടുത്തേക്കെന്ന് നോക്കിയേ? ഒരു കോണിക്കൽ ഷേപ്പിൽ ഒരാളാണ്, ഒരു കോണിക്കൽ ഷേപ്പിലുള്ള ഒരു ആളാണെന്ത് ഈ വൈപ്പർ സീൽ എന്നും പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. അയാള് എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? നമ്മളുടെ പിസ്റ്റൺ റോഡിന്റെ ഒരു പ്രത്യേക ഭാഗത്താണല്ലോ കൊടുത്തേക്കണേ. എന്താണ് ആ പ്രത്യേക ഭാഗം? ഈ പറയുന്ന ബാരലിന്റെ അല്ലെ, ഇത്രയുള്ള ബാരൽ വരുന്നത്, ആ ബാരലിന്റെ പുറത്തായിട്ടാണെന്ത് അയാൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാല് പുറത്തുള്ള ആ ഒരു ലോകവുമായിട്ട് കോണ്ടാക്റ്റിലാണ് ആര്? വൈപ്പർ സീൽ ഇരിക്കുന്നത്. പുറത്തുള്ള ലോകം ഉണ്ടല്ലോ, ആ പുറത്തുള്ള ലോകം, ഇതിന്റെ അകത്തൊരു ലോകം ഉണ്ടല്ലേ, ഈ അകത്തുള്ള ലോകത്തിലാണ് ആര് കടന്ന് കളിക്കുന്നത്? ഫ്ലൂയിഡ് കടന്ന് കളിക്കുന്നത്. പുറത്തുള്ള ലോകത്താണെന്ത് ഒരു വർക്ക് നമ്മൾ പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പുറം ലോകവുമായിട്ട് കോണ്ടാക്റ്റിലാണ് ഈ വൈപ്പർ സീൽ എന്ന് പറയുന്ന ആൾ ഇരിക്കുന്നത്. എന്താണ് ഇയാളുടെ ഒരു ഉദ്ദേശം, എന്താണ് ഇയാളുടെ ഒരു ഫംഗ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ ശ്രദ്ധിക്കാട്ടോ. ഒരു ഡബിൾ ആക്ടിങ് സിലിണ്ടറിൽ
രണ്ട് എൻഡിലും ഫ്ലൂയിഡ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ റോഡ് എന്ന് പറയുന്ന ആളും ഫ്ലൂയിഡുമായിട്ട് കോണ്ടാക്ട് വരും. ശരിയല്ലേ? റോഡ് എന്ന് പറയുന്ന ആളും പിസ്റ്റൺ റോഡ് എന്ന് പറയുന്ന ആളും ഫ്ലൂയിഡുമായിട്ട് കോണ്ടാക്ട് വരും. ഈ റോഡ് എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെ, ഈ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ആ ഫ്ലൂയിഡ് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് പുറത്തേക്ക് വരും, അല്ലെ? ആ ഫ്ലൂയിഡ് പാർട്ടിക്കിളെ ഞാൻ പറ്റിപ്പിടിച്ചിരിക്കുമല്ലോ, അതുകൊണ്ടാണ് അയാൾ പുറം ലോകവുമായിട്ട് ബന്ധത്തിൽ വരുന്നത്. അങ്ങനെ പുറം ലോകവുമായിട്ട് ബന്ധം വരുമ്പോൾ സാധാരണ ഡ്രൈ ആയിട്ടിരിക്കുന്ന റോഡ് പോലെയല്ല, വെറ്റ് ആയിട്ടുള്ള റോഡ്, അതിലെന്ത് ചെയ്യും? ഡസ്റ്റ് പാർട്ടിക്കിൾസ് കയറി പിടിക്കും, പൊടി കയറി പിടിക്കും. അങ്ങനെ വീണ്ടും ഡസ്റ്റ് പാർട്ടിക്കിളുമായിട്ട് അയാൾ തിരിച്ചകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഫ്ലൂയിഡ് കണ്ടാമിനേറ്റ് ആവും, അല്ലെ? ഫ്ലൂയിഡില് പല ഇമ്പ്യൂരിറ്റീസും കടന്നുകൂടും. അപ്പൊ എന്ത് ചെയ്യണം? ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ പുറത്ത് തന്നെ ഉപേക്ഷിക്കണം, തുടച്ച് പുറത്താക്കണം. അതിന് വേണ്ടിയിട്ടുള്ള സീലാണെന്ത്? വൈപ്പർ സീല്. അതിനോടുള്ള സീലാണെന്ത്? വൈപ്പർ സീല്. പക്ഷെ ഇങ്ങനെ ഒരു വൈപ്പർ സീല് നിങ്ങൾ സിംഗിൾ ആക്ടിങ് കണ്ടിരുന്നോ? ഒരു സിംഗിൾ ആക്ടിങ്ങിന്റെ ഒരു ഡയഗ്രം ഞാൻ ഇവിടെ വരച്ചു കഴിഞ്ഞാല് ഇങ്ങനെ ഒരു വൈപ്പർ സീൽ എന്ന് പറയുന്ന ആൾ എവിടെ ഇല്ല? സിംഗിൾ ആക്ടിങ്ങിൽ ഇല്ല. കാരണം എന്താണ്? അവിടെ ഫ്ലൂയിഡ് കോണ്ടാക്ട് വരുന്ന സൈഡ് ഇവിടെയാണ്. എവിടെ? റോഡ് എൻഡിൽ, അല്ലെങ്കിൽ റോഡുമായിട്ട് ഫ്ലൂയിഡിന് കോണ്ടാക്ട് ഇല്ല. അയാൾ പുറത്തേക്ക് പോകെ പൊടിയുമായിട്ട് അകത്തേക്ക് വരെ എന്തായാലും വിഷയമില്ല, ആരെ കണ്ടാമിനേറ്റ് ചെയ്യപ്പെടില്ല. ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ലിക്വിഡിനെ അവിടെ, ഹൈഡ്രോളിക് ഫ്ലൂയിഡിനെ അവിടെ എന്ത് ചെയ്യുന്നില്ല? കണ്ടാമിനേറ്റ് ചെയ്യപ്പെടുന്നില്ല. പക്ഷെ ഡബിൾ ആക്ടിങ്ങിൽ ആര് വേണം? വൈപ്പർ സീല് വേണം. ഓർത്തു വെക്കാട്ടോ, വൈപ്പർ സീൽ വരുന്നത് എവിടെയാണ്? സിംഗിൾ ആക്ടിങ്ങിലല്ല, ഡബിൾ ആക്ടിങ്ങിലാണ്. എന്താണ് വൈപ്പർ സീലിന്റെ ഫംഗ്ഷൻ? സീൽ എന്ന് കാണുമ്പോൾ ലീക്കേജ് തടയാനാണോ? അല്ല, പുറത്തു നിന്ന് അകത്തേക്ക് കയറാൻ സാധ്യതയുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ തുടച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് വൈപ്പർ സീൽ നമ്മൾ ഡബിൾ ആക്ടിങ് സിലിണ്ടറിൽ, ഡബിൾ ആക്ടിങ് സിലിണ്ടർ ആക്ച്വേറ്ററിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ ഇയാളുടെ ആ ഒരു സിമ്പിൾ ശ്രദ്ധിച്ചേ, അല്ലെ? രണ്ട് വഴിയുണ്ടല്ലേ? ഡബിൾ ആക്ടിംഗ് എന്ന് പറയുമ്പോൾ ഇതാണ് നിങ്ങളുടെ ബാരൽ എന്ന് പറയുന്ന ആള്, നേരത്തെ കാണിച്ച അതേപോലെ തന്നെ ബാരൽ എന്ന് പറയുന്ന ആള്. ദെൻ അതിന്റെ അകത്ത് ഒരു പിസ്റ്റൺ സിംബോളിക്കലി കാണാം നിങ്ങൾക്ക്. ദെൻ ഇവിടെ പിസ്റ്റൺ റോഡ് നിങ്ങൾക്ക് കാണാം. ഈ പിസ്റ്റന്റെ രണ്ട് എൻഡ് ഉണ്ടല്ലേ? ഇതാണ് എന്തെന്റ്? ബ്ലാങ്ക് എൻഡ്, ബ്ലാങ്ക്. ദെൻ ഈ എൻഡിനെ വിളിക്കുന്ന പേരാണെന്ത്? റോഡ് എൻഡ്, റോഡ്. അപ്പോ രണ്ട് എൻഡിലും ഫ്ലൂയിഡിന്റെ സാന്നിധ്യമുണ്ട്, പ്രസൻസ് വരുന്നുണ്ട്, അല്ലെ? കോണ്ടാക്ട് വരുന്നുണ്ട്. അപ്പോൾ ആ രണ്ട് വഴിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതൊരു വഴി, ഇത് അടുത്ത വഴി. ഓക്കെ, ഇതിലെ ഫ്ലൂയിഡ് അകത്തേക്ക് കയറിയാൽ ഇതിലെ ആള് ഇറങ്ങിപ്പോകും. ഓക്കെ, കയറുന്ന ആളാണ് ഇറങ്ങിപ്പോണേ, അല്ല ഇപ്പുറത്ത് നിറഞ്ഞിരിക്കുന്ന ഒരാളുണ്ടല്ലോ, അയാൾ ഇതിലെ ഇറങ്ങിപ്പോണം. ഇനി ഇതിലാണ് കടന്നു ചെല്ലുന്നതെങ്കിൽ പിസ്റ്റൺ ഇങ്ങോട്ട് നീങ്ങുമ്പോൾ, ലെഫ്റ്റ് സൈഡിലേക്ക് നീങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യണം? ഇവിടെ ഉള്ള ആൾ ഇതിലെ ഇറങ്ങി തിരിച്ച് റിസർവോയറിലേക്ക് പോകണം. അതിങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇയാളുടെ എന്ത് ചെയ്യും? അങ്ങോട്ടുള്ള ഇങ്ങോട്ടുള്ള മോഷൻ കാരണം നടക്കും. അപ്പോ വേറൊരു വ്യത്യാസം സിംഗിൾ ആക്ടിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വേറൊരു മെയിൻ വ്യത്യാസം എന്താണ്? സ്പ്രിംഗ് എന്ന് പറയുന്ന ആൾ ഇതിലില്ല, അല്ലെ? സ്പ്രിംഗ് എന്ന് പറയുന്ന ആള്, നോ സ്പ്രിംഗ്, സ്പ്രിംഗ് എന്ന് പറയുന്ന ആള് ഇവിടെ ഇല്ല. അതായത് നമ്മൾ നേരത്തെ സിംഗിൾ ആക്ടിങ് കണ്ടു, എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ സ്പ്രിംഗ് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഫോഴ്സ് ആ കൊടുക്കണം. സ്പ്രിംഗ് ഫോഴ്സിനെ തള്ളി മാറ്റിയിട്ടാണത് അയാൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ദെൻ റിട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? സ്പ്രിംഗിന്റെ സഹായത്തോടു കൂടിയിട്ടാണ്, അല്ലെ? റിട്രാക്ട് ചെയ്യുന്നത് സ്പ്രിംഗിന്റെ സഹായത്തോടുകൂടിയാണ്. ഇവിടെ എക്സ്റ്റൻഷൻ നടക്കുന്നതും റിട്രാക്ഷൻ നടക്കുന്നതും ആരുടെ സഹായത്തോടു കൂടിയിട്ടാണ്? ഫ്ലൂയിഡിന്റെ മാത്രം സഹായത്തോട് കൂടിയിട്ടാണ്. ഫ്ലൂയിഡിന്റെ പ്രഷർ വെച്ചിട്ടാണെന്ത് ഇയാൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നതും, അതുപോലെ തന്നെ മറ്റൊരു പോർട്ടിൽ കൂടി ഫ്ലൂയിഡ് കയറി വരുമ്പോൾ ആ പ്രഷർ വെച്ചിട്ട് തന്നെയാണെന്ത് ഇയാൾ റിട്രാക്ട് ചെയ്യുന്നതും. അപ്പൊ അതൊക്കെയാണ് എന്ത് നമ്മുടെ സിംഗിൾ ആക്ടിങ് സിലിണ്ടറുമായിട്ട് ഇയാളുള്ള വ്യത്യാസങ്ങൾ. ഓക്കെ ആണോ? മുന്നോട്ട് പോട്ടെ. ഇത്തരം കാര്യങ്ങള് ഓക്കെ അല്ലേ? മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇടയ്ക്ക് ചോദിക്കാതെ, മനസ്സിലായോ എന്നുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ. ഇയാളുടെ ഒരു ആപ്ലിക്കേഷൻ ഒക്കെ നോക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി കപ്പാസിറ്റി കൂടിയ സാഹചര്യങ്ങളാണ്. അതായത് സിംഗിൾ ആക്ടിങ്ങിന് നമ്മൾ പറഞ്ഞു ഒരു പരിധി വിട്ട് കപ്പാസിറ്റി ഒക്കെ കൂടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്ട്രോക്ക് ലെങ്ത് ഒക്കെ കൂടുന്ന സാഹചര്യത്തിൽ സ്പ്രിംഗിന്റെ വലിപ്പം അത്രയും നമ്മൾ കൂട്ടേണ്ടി വരും, അല്ലെ? കപ്പാസിറ്റി കൂടാന്ന് പറഞ്ഞാൽ കൂടുതൽ ലോഡ് എടുക്കാനൊക്കെ ആളെ കൊണ്ട് പറ്റണം. അപ്പൊ അങ്ങനെ പറ്റണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? സിംഗിൾ ആക്ടിങ്ങിൽ ഉപയോഗിക്കുന്ന സ്പ്രിംഗിന്റെ സ്റ്റിഫ്നെസ് കൂടും, വലിപ്പം കൂടും, അങ്ങനത്തെ പല ബുദ്ധിമുട്ടുകളും ഉണ്ട് വലിപ്പമൊക്കെ കൂടുമ്പോൾ. അപ്പോ ഇയാളുടെ ആപ്ലിക്കേഷൻ കുറച്ചുകൂടി ഹെവിയാണ്. അതായത് ഡബിൾ ആക്ടിങ് സിലിണ്ടർ വരുമ്പോൾ അയാളുടെ ആപ്ലിക്കേഷൻ കുറേ കൂടി ലോഡ് എടുക്കുന്ന സാഹചര്യങ്ങളാണ്. എന്താണ്? മെറ്റീരിയൽ ഹാൻഡ്ലിങ്. ഒരു ഫോർക്ക് ലിഫ്റ്റ് എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെ? ഈ സാധാരണ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ഫോർക്ക് ലിഫ്റ്റ്. ആ ഫോർക്ക് ലിഫ്റ്റ് എന്നൊരു മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഡിവൈസ് ആണ്, അല്ലെ? ക്രെയിൻ എന്ന് പറയുന്ന ആള്, ഹൈഡ്രോളിക് ക്രെയിൻ. ഇതെവിടെയൊക്കെ എന്താണ്? ഇവിടെയൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മളുടെ സിംഗിൾ ആക്ടിങ് സിലിണ്ടർ അല്ല, നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ഡബിൾ ആക്ടിങ് സിലിണ്ടറുകളാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിന് വേണ്ടിയിട്ട്. ദെൻ റിവറ്റിംഗ് മെഷീൻ, റിവറ്റ് അടിക്കുന്ന മെഷീൻ, ഹൈഡ്രോളിക് പ്രസ്, പാക്കിംഗ് മെഷീൻ, മണ്ണുമാന്തികൾ, എക്സ്കവേറ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ, ഇതൊക്കെ എന്താണ്? വലിയ ലോഡ് എടുക്കുന്ന ആൾക്കാരാണ്. അവിടെയൊക്കെ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ഡബിൾ ആക്ടിങ് സിലിണ്ടറിന്റെ ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ.
ദെൻ മൂന്നാമത്തെ ആളാണ് ഡബിൾ എൻഡഡ് സിലിണ്ടർ. അതായത് ഒറ്റ നോട്ടത്തിൽ ഇയാൾ നമ്മളുടെ ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ ആണ്. അത് ഡബിൾ എൻഡഡ് സിലിണ്ടർ ഡബിൾ ആക്ടിംഗ് ആണോ എന്ന് വെച്ചാൽ ശരിയാണ്, ആണ്. ഡബിൾ ആക്ടിംഗ് ആവണ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. എന്താണ് ആ കണ്ടീഷൻ? പിസ്റ്റന്റെ രണ്ട് എൻഡിലും ഫ്ലൂയിഡിന്റെ കോൺടാക്ട് വന്നാൽ മതി. അപ്പൊ ഇവിടെ നോക്കിയപ്പോൾ എന്താണ്? പിസ്റ്റന്റെ രണ്ട് എൻഡിലും എന്ത് വരുന്നുണ്ട്? ഫ്ലൂയിഡിന്റെ കോൺടാക്ട് വരുന്നുണ്ട്. പിന്നെ ഇയാൾ എന്തുകൊണ്ട് ഡബിൾ എൻഡഡ് അല്ലെങ്കിൽ ഡബിൾ റോഡ് എന്നൊക്കെ വിളിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പിസ്റ്റന്റെ രണ്ട് എൻഡിലും എന്താണ്? റോഡ് ഉണ്ട്. ഇതില് ബ്ലാങ്ക് എൻഡ് എന്ന് പറയുന്ന ആളില്ല എന്ന് ചുരുക്കം. അതായത് പിസ്റ്റന്റെ രണ്ട് എൻഡിലും എന്തുണ്ട്? റോഡ്. പിസ്റ്റൺ റോഡിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് എനിക്ക് എന്ത് പറയാം? ഇയാള് ഡബിൾ എൻഡഡ് സിലിണ്ടർ ആണെന്ന് എനിക്ക് പറയാം. അപ്പോ ഒരു ഡബിൾ ആക്ടിംഗ് സിലിണ്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് പറയാം? ഈ റോഡിന്റെ രണ്ട് എൻഡിലും എനിക്ക് എന്ത് ചെയ്യാം? മെക്കാനിക്കൽ എനർജിയെ പുറത്തേക്ക് എടുക്കാം അല്ലെ. അതായത് രണ്ട് എൻഡിലും എനിക്കൊരു മെക്കാനിക്കൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എവിടെ? ഡബിൾ എൻഡഡ് സിലിണ്ടർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫോഴ്സിന്റെ ഒരു ഇംബാലൻസ് അല്ലെ അൺബാലൻസ് എവിടെ ഉണ്ടാവില്ല? ഈ പറയുന്നതിൽ ഉണ്ടാവില്ല. കാരണം എന്താണ്? ഒരേ ഏരിയയാണ് എന്ത്? രണ്ട് സൈഡിലും ആക്ട് ചെയ്യുന്നത്. ഒരേ ഏരിയയിലേക്കാണ് ഫ്ലൂയിഡിന്റെ പ്രഷർ രണ്ട് സൈഡിലും ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്തുണ്ടാവില്ല? ഒരു ഫോഴ്സിന്റെ അൺബാലൻസ് ഇവിടെ ഉണ്ടാവില്ല. ബാക്കിയൊക്കെ നമ്മൾ പഴയ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഡബിൾ ആക്ടിംഗ് സിലിണ്ടറിന്റെ അതുപോലെ തന്നെ. ഡബിൾ ആക്ടിംഗുമായിട്ട് രണ്ട് വ്യത്യാസങ്ങളാണ് വരിക. ഒന്നെന്താണ്? രണ്ട് സൈഡിലേക്കും റോഡ് ഉള്ളത് കൊണ്ട് രണ്ട് സൈഡിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരേ സമയത്ത് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഫോഴ്സിലുള്ള ആ ഒരു അൺബാലൻസ് ഇവിടെ ഉണ്ടാവില്ല. കാരണം എന്താണ്? ആ റോഡിന്റെ പ്രസൻസ് രണ്ട് എൻഡിലും ഒരേപോലെ ഉള്ളതുകൊണ്ട് ഒരേ ഏരിയയിലേക്ക് തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത്? ഫ്ലൂയിഡിന്റെ പ്രഷർ ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഒരേ ഫോഴ്സ് തന്നെയായിരിക്കും രണ്ട് സൈഡിലും കിട്ടുക എന്ന് ചുരുക്കം. പിന്നെ വേറെ എന്തെങ്കിലും പറയണ്ടോ നോക്കിയാൽ, ഇറ്റ് ഈസ് എ സിലിണ്ടർ വിത്ത് സിംഗിൾ പിസ്റ്റൺ ആൻഡ് എ പിസ്റ്റൺ റോഡ് എക്സ്റ്റെൻഡിങ് ഫ്രം ഈച്ച് എൻഡ്. ഒരു സിംഗിൾ പിസ്റ്റനും രണ്ട് സൈഡിലേക്കും റോഡ് ഉള്ളതാണ് ഈ പറയുന്ന ആള്. ഇറ്റ് അലൗസ് ദ വർക്ക് ടു ബി ഡൺ അറ്റ് എയ്തർ ഓർ ബോത്ത് എൻഡ്സ്. അതായത് ഏതെങ്കിലും ഒരു സൈഡിൽ മതിയെങ്കിൽ അവിടെ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് എൻഡിലും വേണമെങ്കിൽ എന്ത് ചെയ്യാം? രണ്ട് സൈഡിലും വർക്ക് ചെയ്യാനായിട്ട് ഇയാളെ കൊണ്ട് പറ്റും. യൂസ്ഫുൾ ഫോർ മൂവിങ് ടു ലോഡ്സ് സൈമൾട്ടേനിയസ്ലി. ഒരേ സമയം രണ്ട് ലോഡിനെ മൂവ് ചെയ്യാനായിട്ട് ഇയാളെ കൊണ്ട് പറ്റും. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് വെർ ഓപ്പറേറ്റിംഗ് സ്പീഡ് ആൻഡ് റിട്ടേൺ സ്പീഡ് ആർ ഈക്വൽ. അതായത് ഇയാളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മോഷന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഒരുപോലെ ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഡബിൾ എൻഡഡ് സിലിണ്ടറിനെ ഉപയോഗിക്കാം. കാരണം നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ ആകുമ്പോൾ സ്പീഡ് ഈക്വൽ ആയിരിക്കോ? അങ്ങോട്ട് പോകുന്ന സ്പീഡും ഇങ്ങോട്ട് പോകുന്ന സ്പീഡും ഈക്വൽ ആയിരിക്കോ? നമ്മൾ കണ്ടു എന്താണ്? ഫോഴ്സ് എന്ന് പറയുന്ന ആള് അൺബാലൻസ് ആണെങ്കിൽ, ഒരു ഫോഴ്സ് കൂടുതലും മറ്റേ ഫോഴ്സ് കുറവുമാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഫോഴ്സ് കൂടിയ ഭാഗത്തേക്ക് പെട്ടെന്നും ഫോഴ്സ് കുറഞ്ഞ അവസ്ഥയിൽ എന്ത് ചെയ്യും? പതുക്കെ ആയിരിക്കും എന്ത് ചെയ്യുക? അയാളുടെ മോഷൻ നടക്കുക എന്നല്ലേ. അപ്പൊ ഇവിടെ ഒരേ സ്പീഡിലായിരിക്കും എന്ത്? രണ്ട് എൻഡിലും ഒരേ സ്പീഡ് കിട്ടുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെയുള്ള ആപ്ലിക്കേഷനിൽ ഡബിൾ എൻഡഡ് സിലിണ്ടേഴ്സിനെ ഉപയോഗിക്കാം. റിട്ടേൺ സ്പീഡും ഓപ്പറേറ്റിംഗ് സ്പീഡും ഒരുപോലെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരുപോലെ വേണ്ട സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഡബിൾ എൻഡഡ് സിലിണ്ടേഴ്സിനെ ആക്ച്വേറ്റേഴ്സ് നമുക്ക് ഉപയോഗിക്കാം.